ഞങ്ങൾ കുരുക്കഴിക്കുന്ന മാതാവിൽ പള്ളിയിൽ പോവാണ് കേട്ടോ. അപ്പോസിന് സ്വന്തമായിട്ട് തന്നെ ചെരുപ്പിടാനും ചെരുപ്പ് ഊരണമൊക്കെ നിർബന്ധമാണ്. അതുകൊണ്ട് അവൻ സ്വന്തമായിട്ട് തന്നെ ചെരുപ്പൊക്കെ ഇട്ട് അങ്ങനെ ഞങ്ങൾ ഒരുങ്ങിയൊക്കെ ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങളിത് പള്ളിയിലെത്തി. പള്ളി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് 25 മിനിറ്റ് കേട്ടോ. ഈ പള്ളി നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തുമ്പർശ്ശേരിയിലാണ് കേട്ടോ. അതായത് കുരൂർ പിയു മാളയിലാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 15 കിലോമീറ്റർ, ഒരു 25 മിനിറ്റ് എടുത്ത് ഇവിടെ തന്നെ കേട്ടോ. ഞങ്ങൾ പക്ഷേ എറണാകുളം ജില്ലയാണ് കേട്ടോ. ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ഈ പള്ളിയിലേക്ക് വരാൻ 25 മിനിറ്റ് ഉള്ളൂ മാത്രം. ഞങ്ങൾ ഈ പള്ളിയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. പണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ ഒരു പള്ളിയിൽ ആദ്യമായിട്ട് വരുമ്പം നമ്മളൊരു കാര്യം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞാൽ നമുക്ക് ആ കാര്യം സാധിച്ചു കിട്ടുന്നേ. ഈ പള്ളിയിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് വന്നത് കേട്ടോ. അങ്ങനെ പള്ളിക്കകത്ത് കയറി നമ്മൾ മുട്ടമ്മയെന്ന് ഇച്ചിരി നേരം പ്രാർത്ഥിച്ചു. പിന്നെ ഇച്ചിരി നേരം അവിടെ ഇരുന്ന് കേട്ടോ. കുറേ ആൾക്കാർ വന്നും പോയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. മെഴുകുതിരി കത്തിക്കാനായിട്ടും അപേക്ഷ എഴുതിയിടാനായിട്ടും കൃതജ്ഞത എഴുതിയിടാനൊക്കെ ആയിട്ട് ആൾക്കാർ വരാറുണ്ട് കേട്ടോ. കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥനയും ഒക്കെ ആയിട്ടുള്ളൊരു കാർഡ് അവിടെ വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ. പിന്നെ നമുക്ക് അപേക്ഷ എഴുതിയിടാൻ വേണ്ടിയിട്ടും കൃതജ്ഞത എഴുതിയിടാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് അവിടെ ഒരു വൈറ്റ് ഷീറ്റ് പേപ്പർ ഒരു ബണ്ടിൽ വെച്ചിട്ടുണ്ട്. പേനയും വെച്ചിട്ടുണ്ട് കേട്ടോ. ചിലർ വന്നിട്ട് മുല്ലപ്പൂ മാല കോർത്ത് മാതാവിൻ്റെ കയ്യിൽ തൂക്കിയിടുന്നുണ്ട്. പിന്നെ നോട്ടുമാലയും തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെയും ആരൊക്കെയോ കൃതജ്ഞതയായിട്ടൊക്കെ തൂക്കിയിട്ടേക്കുന്നതാണേ. അങ്ങനെ ഞങ്ങൾ നിയോഗമൊക്കെ വെച്ച് മാതാവിനോട് മുത്തി പ്രാർത്ഥിച്ചു. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഈ കാണുന്നതൊക്കെ കൃതജ്ഞത എഴുതിയിട്ടേക്കുന്നതാണ് കേട്ടോ ഓരോരുത്തരെ. പിന്നെ ഞങ്ങൾ സ്റ്റോളിൽ പോയിട്ട് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ രൂപമൊക്കെ വാങ്ങി, പിന്നെ മെഴുകുതിരി വാങ്ങി, എണ്ണ വാങ്ങി കേട്ടോ. എന്നിട്ട് ഞങ്ങൾ പിന്നെ തിരി കത്തിക്കാൻ പോയേ. എന്നിട്ട് ഞാൻ അപ്പോസിനോട് പറഞ്ഞാണ് എൻ്റെ കയ്യിൽ പിടിച്ചോളാനെ അവനോട് ചേർന്ന് കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവന് തന്നെ കത്തിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ അങ്ങ് കത്തിച്ചേട്ടാ. പിന്നെ ചേട്ടായി തിരി കത്തിച്ചപ്പോൾ ചേട്ടായി അവൻ്റെ കൊണ്ട് കൈ പിടിപ്പിച്ച് തിരി കത്തിച്ചേട്ടാ. ഇത് സൺഡേയിലത്തെ വീഡിയോ ആണ്. ഞങ്ങളൊരു 4 മണിയൊക്കെ ആയപ്പോൾ വന്നതാണ് കേട്ടോ പള്ളിയിൽ. അങ്ങനെ തിരിയൊക്കെ കത്തിച്ചതിന് ശേഷം വഞ്ചിയിൽ പൈസ ഇടാൻ അഭിമോള് നിന്നപ്പോൾ അപ്പോസും ഒപ്പം പോയി നിന്ന് കേട്ടോ. എന്നിട്ട് നോക്കുകയാണ് അത് ഇതിലേക്ക് കൂടിയാൽ എങ്ങനെ ഇടുന്നതെന്നേ. എന്നിട്ട് അവൻ മുമ്പും പുറം വട്ടമൊക്കെ നോക്കി കേട്ടോ, അത് എങ്ങോട്ട് പോയെന്നുള്ളത് കേട്ടോ. പിന്നെ ഞങ്ങളിത് ഗ്രോട്ടയ്ക്ക് ഉള്ളിൽ കയറി മാതാവിനെ തൊട്ടുമുത്തി പ്രാർത്ഥിച്ചു കേട്ടോ. അങ്ങനെ എല്ലാ പ്രാർത്ഥനകളും ആവശ്യങ്ങളും അപേക്ഷകളും എല്ലാം മാതാവിന് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളിത് തിരിച്ച് വീട്ടിൽ പോകാൻ പോവുകയാണ് കേട്ടോ. പണ്ട് ഇതൊരു കപ്പേളയായിരുന്നേ. പിന്നീടാണ് അത് പള്ളിയാക്കി മാറ്റിയത് കേട്ടോ. ഒക്ടോബർ മാസത്തിലാണ് ഇവിടുത്തെ പെരുന്നാളെ. നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികമായിക്കോട്ടെ, ജീവിത ഉയർച്ചയ്ക്കായിക്കോട്ടെ, അങ്ങനെ എന്ത് നമുക്ക് കെട്ടഴിക്കാൻ പറ്റാതെ മുറുകി കിടക്കുന്ന ബന്ധനങ്ങളും കുരുക്കുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കുരുക്കുകളും ബന്ധനങ്ങളും എല്ലാം ഈ കുരുക്കഴിക്കുന്ന മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മാതാവ് അഴിച്ചു തരും കേട്ടോ. അങ്ങനെ മിക്കവരും പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. ഈ പള്ളിയിൽ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് എല്ലാം അവർക്ക് നേടിക്കിട്ടിയ ഒരു അത്ഭുതവും നന്ദിയും പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് കേട്ടോ. പള്ളിയുടെ പുറത്തുള്ള കൃതജ്ഞതാ ബോർഡിലും കുറേ പേരുടെ കൃതജ്ഞത എഴുതിയിട്ടേക്കുന്നത് കണ്ടു കേട്ടോ. ശരി ശരി. ഓ 2 വണ്ടി ഉണ്ടാ. പിന്നെ പള്ളിയുടെ തൊട്ട് ഓപ്പോസിറ്റുള്ള കടയിൽ ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയാണ് കേട്ടോ. അപ്പോൾ അവിടെ കടയിൽ കുറേ കുഞ്ഞിക്കാറൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോൾ എന്നെ കാണിച്ചു തന്നെയാണ് കേട്ടോ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പള്ളിയിലൊക്കെ വന്നിട്ട് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമേ. അതുവരേക്കും ബൈ ബൈ. Thank you for watching.